നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. കോടതിയോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ ബോബിയെ അതേ ഭാഷയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കോടതിയും തയ്യാറായിരിക്കുകയാണ്. മറ്റൊരു പരാതിയുമില്ലാതെ ബോബി ഇന്നലെ നടത്തിയ നാടകത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഹൈക്കോടതി ഇന്ന് രാവിലെ തന്നെ തീരുമാനിച്ചു. അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തുടങ്ങി. അങ്ങനെ എന്തും ചെയ്യാനുള്ള തന്റെ ഇടമാണ് ബോബിക്കുള്ളതെങ്കിൽ, കോടതിയോട് കളിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ, ഒരു യുദ്ധപ്രഖ്യാപനമാണ് മുന്നിലുള്ളതെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടുമെന്നും 1 മാസത്തിനകം തന്നെ വിചാരണ തുടങ്ങി ജയിലിൽ ആവശ്യത്തിലധികം സമയം കിടക്കാനുള്ള അവസരം ഒരുക്കി തരുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബോബിയുടെ മാപ്പ് സ്വീകരിക്കാതെ ഹൈക്കോടതി മുന്നോട്ട് വന്നപ്പോൾ നിരുപാധികം ക്ഷമ അപേക്ഷിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പിന്നാലെ എത്തി ഇതിനൊരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാതെ ഇന്നലെ വലിയ തോതിൽ തന്നെ ജയിൽ അധികൃതരെയും അതുപോലെ മറ്റുള്ളവരെയും വിഷമിപ്പിച്ച ബോബി ചെമ്മണ്ണൂരിനെ കൃത്യമായ താക്കീത് നൽകിയാണ് ഇന്ന് നിർത്തിയത്. ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവായിരിക്കും ഇനി തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകിയത്. 2 ആഴ്ച കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ വിചാരണ തുടങ്ങാനുള്ള ഉത്തരവിട്ട് കളയും. അയാൾക്ക് പിന്നെ ഇഷ്ടം പോലെ തന്നെ തടവുകാർക്കൊപ്പം സമയം ചെലവിടാനായി സാധിക്കുമെന്നാണ് ബോബിയുടെ അഭിഭാഷകനോട് കോടതി പറഞ്ഞത്. കോടതിയോട് കളിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള കരുതലൊന്നും തന്നെ വേണ്ട. നിയമത്തിന് മുകളിലാണോ ബോബി ചെമ്മണ്ണൂർ? ഹൈക്കോടതിയോടാണ് കളിക്കുന്നതെന്ന ഓർമ്മ വേണം. തടവുകാരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. ജുഡീഷ്യറി ഒന്നും ഇനി വേണ്ട എന്നാണോ? ബോബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുന്ന പ്രവൃത്തി ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഉത്തരവ് എഴുതാൻ വേണ്ടി മാത്രം 12:30 താൻ പുറത്തിറങ്ങി. എന്നിട്ട് 3:30 തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു. അയാൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങൾ നടത്തിയത്. പക്ഷെ എന്നിട്ട് പോലും അവിടെ നാടകം കളിച്ചു എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്താണ് പറഞ്ഞതെന്ന് ബോബിയോട് ഫോണിൽ വിളിച്ച് ചോദിക്കണമെന്ന നിർദ്ദേശം രാവിലെ തന്നെ കോടതി നൽകിയിരുന്നു. ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് അയക്കുമെന്ന് കോടതി തക്കതായ താക്കീത് നൽകി. രാവിലെ തന്നെ ബോബിയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തിയാണ് എന്തുകൊണ്ട് ചൊവ്വാഴ്ച കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും ബോബി പുറത്തിറങ്ങാതെ ഇത്രയധികം മാധ്യമ ശ്രദ്ധ കിട്ടുമെന്ന് മനസ്സിലാക്കി തന്നെ ഇങ്ങനെ ഒരു പൊറോട്ട നാടകം കളിച്ചതെന്നുള്ള കാര്യം ചോദിച്ചറിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചതും ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ വിഷയം പരിഗണിച്ചത്. കോടതിയെ ധിക്കരിച്ചാൽ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതിക്ക് സ്വീകരിക്കാനായി സാധിക്കും. അങ്ങനെ വേണമോ എന്ന ഒരു ചോദ്യം മാത്രമാണ് അവശേഷിച്ചത്. വളരെ വേഗത്തിൽ തന്നെ ബോബി പുറത്തിറങ്ങുന്ന കാഴ്ചയും ഇന്ന് രാവിലെ തന്നെ കാണാൻ സാധിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് കേസ് വീണ്ടും പരിഗണിച്ചു. ബോബിയുടെ അഭിഭാഷകൻ നിരുപാധികം മാപ്പ് പറഞ്ഞു. പക്ഷെ അത് കോടതി അംഗീകരിച്ചിരുന്നില്ല. തടവുകാർക്ക് വേണ്ടിയാണോ തലേ ദിവസം ജയിലിൽ കഴിഞ്ഞതെന്ന് ബോബി മാധ്യമങ്ങളോട് പറഞ്ഞോ എന്നറിയിക്കാൻ കോടതി അഭിഭാഷകർക്ക് നിർദ്ദേശവും കൊടുത്തു. ഇന്ന് 1:45 വീണ്ടും വിഷയം കോടതി കേട്ടു. ശേഷം ഹൈക്കോടതി കടുപ്പിക്കുമെന്ന് മനസ്സിലായതോടെ തലയൂരാനായി മാപ്പ് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ നടത്തിയ മാപ്പപേക്ഷ അത് ഹൈക്കോടതി സ്വീകരിച്ചു. കേസ് തീർപ്പാക്കി വിട്ടു. സാങ്കേതിക പ്രശ്നം മൂലമാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങാൻ കഴിയാത്തതെന്നുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായി ജയിൽ മോചിതനായ ശേഷം ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ മാധ്യമങ്ങളോടും അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് രാവിലെ റിലീസ് ഓർഡർ എത്തി. ഇന്നലെ എത്തുമെന്ന് പറഞ്ഞെങ്കിലും ആരും തന്നെ എത്തിയില്ല എന്നാണ് ബോബിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. പിന്നീട് സാങ്കേതിക പ്രശ്നമാണെന്ന് അറിഞ്ഞെന്നും ബോബി ചെമ്മണ്ണൂർ തന്നെ പറയുന്നുണ്ട്. മറ്റു തടവുകാരുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല ജയിലിൽ നിന്ന് ഇറങ്ങാത്തതെന്നും വ്യക്തമാക്കി. ഒരുപാട് പേർ ചെറിയ കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ സഹായം ചോദിക്കുന്നുണ്ട്. അവർക്ക് സഹായം ചെയ്തു വരുന്നുമുണ്ട്. അതിനു വേണ്ടിയിട്ട് മാത്രം 1 കോടി രൂപ പ്രത്യേകമായി മാറ്റിവെക്കാനും താൻ തീരുമാനിച്ചുവെന്ന് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനുവേണ്ടി മാത്രം ജയിലിൽ നിന്നും പുറത്തിറങ്ങാതെ ഇരുന്നില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. കോടതിയെ ധിക്കരിക്കുകയും ചെയ്തിട്ടില്ല. കോടതിയോട് ബഹുമാനം മാത്രമാണുള്ളത്. ഇതുവരെ പറഞ്ഞതിനുള്ള ക്ഷമ ചോദിക്കുന്നു. സഭ്യമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നും ബോബി തന്നെ പറയുന്നു. ആരെയും വിഷമിപ്പിക്കാനായി താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയാണെന്നും ഇനി ഭാവിയിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാമെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. നിരുപാധികം മാപ്പ് പറയുന്നു. ഈ പ്രശ്നങ്ങൾ ബിസിനസിനെ ബാധിച്ചിട്ടില്ല. ഒരാളെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഹണി റോസിനെ ഇനിയും ഉദ്ഘാടനത്തിന് താൻ വിളിക്കുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. എന്തുകൊണ്ട് ഒരു സെലിബ്രിറ്റിയെ വിളിക്കുന്നു? ഒരു സെലിബ്രിറ്റിയെ വിളിച്ചതിലൂടെ പബ്ലിസിറ്റി മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ബോബി വ്യക്തമാക്കുന്നു. മറ്റൊന്നും തന്നെ അതിലൂടെ ഉദ്ദേശിക്കുന്നില്ല എന്നും ബോബി ചെമ്മണ്ണൂർ തന്നെ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.